ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 4 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ തൊലി കളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തൊലി ചെത്തി കളഞ്ഞാലും മതി. അപ്പോൾ ഞാനിവിടെ 4 മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 മാങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതോടൊപ്പം തന്നെ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം തന്നെ മതിയാവും കേട്ടോ. അപ്പം മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു വെള്ളം മതി കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പഴുത്ത മാങ്ങ ആയത് കാരണം ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. അപ്പം നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 1 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 മുറി തേങ്ങയും അതിലേക്ക് 4 ചെറിയ ഉള്ളി കേട്ടോ, 1 ടീസ്പൂണ് ചെറിയ ജീരകവും നല്ല എരിവുള്ള 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പോലെ അരയണം കേട്ടോ. ചതച്ചെടുത്ത പോലെ നല്ല പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ മാങ്ങ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, സൂപ്പറായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മതി. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുക. അപ്പം ഞാൻ ഈ സിമ്പിൾ മെത്തേഡിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചില ആളുകൾ ഇതിലേക്ക് തൈരൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. തൈര് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വറവ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പിലയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാട്ടിലൊക്കെ ഇഷ്ടം പോലെ മാമ്പഴം കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ നമ്മുടെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബായ്.